തേക്കടിയിൽ ഇസ്രായേൽ സഞ്ചാരികളെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ഇറക്കിവിട്ട് കടയുടമകൾ. കാശ്മീർ സ്വദേശികൾ നടത്തുന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഇവരെ ഇറക്കിവിട്ടത്. പ്രദേശവാസികൾ ഇടപെട്ടതോടെ ഇവർ ഇസ്രായേലി സഞ്ചാരികളോട് മാപ്പു പറഞ്ഞു. ഇതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു. Why you are saying that? No, I didn't say that. I didn't say that. I didn't mistake. I said, he said for the opposite thought. What do you think I'm a No. What do you think? I hate you? You did nothing. Do I hate you? No. I came to buy. Sometimes we respect you. No problem. We respect you. Good for you. Sometimes it's good for next time. Yes, next time. Let's go back. I agree with you. Yes. Yes. No, now we said it. Yes. Yes, of course, that is not coming. No. Yes. Nothing. Yes, I agree. I came Yes. ഏതാപ്പാ Yes, I am ആളുകളില്ല. അത് respecting everyone. എബ്രാനി കൊടുത്തിട്ട് ഇതുവരെ മേടിക്കാൻ പോയില്ല. ഞാൻ ഈ തിരക്കായി. I did a mistake. No. Mistake is or I can have I want that for that. Why you are saying പ്രിൻസ് ജെയിംസ് ചേരുന്നുണ്ട്. പ്രിൻസ്, എന്നാണ് ഈ സംഭവം നടന്നത്? ഇത് എന്തായിരുന്നു ഇതിന്റെ വിശദീകരണം കട ഉടമകൾ നൽകുന്നത്? ഇന്നലെയാണ് ഈ ഇത്തരത്തിലൊരു സംഭവം നടന്നതായി നമുക്ക് അറിയാൻ കഴിയുന്നത്. വളരെ വേദനാജനകമായ, പ്രത്യേകിച്ചും ഇടുക്കിയിലെയും കേരളത്തിലെയും ടൂറിസം മേഖലയ്ക്ക് വളരെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് തേക്കടിയിൽ അരങ്ങേറിയത്. വിദേശ സഞ്ചാരികളെ അപമാനപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശം വ്യാപാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇസ്രയേലിൽ നിന്നെത്തിയ സഞ്ചാരികളായിരുന്നു ഇവർ തേക്കടിയും കുമ്പളിയും ഒക്കെ സന്ദർശിക്കുന്നതിനിടെ ഇവരുടെ വ്യാപാര സ്ഥാപനത്തിലേക്ക് എത്തുകയായിരുന്നു. കാശ്മീരി സ്വദേശികൾ നടത്തുന്ന വ്യാപാര സ്ഥാപനമാണ്. പ്രത്യേകിച്ചും കരകൗശല വസ്തുക്കൾ അടക്കമുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു വ്യാപാര സ്ഥാപനമാണ് ഇതുവഴി സഞ്ചാരികളൊക്കെ നടക്കുമ്പോൾ ഇവരെ ആകർഷിച്ച് കടയിലേക്ക് ക്ഷണിക്കുന്ന ഒരു രീതിയുണ്ട്. അത്തരത്തിൽ ക്ഷണിച്ച് തന്നെയാണ് ഇവർ ഈ കടയിലേക്ക് എത്തുന്നത്. കടയിലെത്തി സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെ നോക്കുന്നതിനിടെയാണ് ഇവരോട് കാര്യങ്ങൾ വ്യാപാരികളും ചോദിക്കുന്നത്. അപ്പോൾ ഇവർ ഇസ്രായേലിൽ എത്തുന്ന സഞ്ചാരികളാണെന്ന് അറിയിക്കുന്നു. ആ ഒരു സമയത്താണ് ഇവരോട് അപമര്യാദ പെരുമാറുകയും കടയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വ്യാപാരികൾ ആവശ്യപ്പെടുകയും ചെയ്തത്. തുടർന്ന് ഇവർ കടയിൽ നിന്ന് ഇറങ്ങി ഇവരോടൊപ്പം വന്നിരുന്ന ഡ്രൈവറോടും ഒപ്പം നാട്ടുകാരോടും ഒക്കെ വിവരങ്ങൾ പറഞ്ഞതോടെയാണ് നാട്ടുകാരൊക്കെ ഇടപെടുകയും ഒരു മാപ്പ് ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടാകുകയും ചെയ്യുന്നത്. എന്തായാലും വളരെ വേദനാജനകമായ നമ്മുടെ ടൂറിസം മേഖലയ്ക്കൊക്കെ നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലാണ് വ്യാപാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പ്രത്യേകിച്ചും മൂന്നാറിലും തേക്കടിയിലും ഒക്കെ വിദേശ സഞ്ചാരികൾ ധാരാളമായി എത്തുന്നുണ്ട്. നിലവിൽ ഇസ്രായേലിൽ നടക്കം ധാരാളം സഞ്ചാരികൾ കേരളത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോഴാണ് ഇത്തരത്തിൽ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും നാട്ടുകാരുടെയും ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരുടെയൊക്കെ അവസരമായി ഇടപെടൽ മൂലം ഉടൻ തന്നെ ഈ വിഷയത്തിൽ അവർ മാപ്പപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സഞ്ചാരികളോട് ഇവർ മാപ്പപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും സഞ്ചാരികൾ പരാതിപ്പെടുകയൊക്കെ ഒന്നും ചെയ്തിട്ടില്ല. എന്തായാലും ഇത്തരത്തിലുള്ള ഈ വ്യാപാരികൾക്കെതിരെയൊക്കെ കൃത്യമായ ഒരു നടപടി ഉണ്ടാവണം എന്ന് തന്നെയാണ് ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടവർ നിൽക്കുന്നവരൊക്കെ ആവശ്യം ഉന്നയിക്കുന്നത്. പ്രിൻസ്, ഈ വിഷയത്തിൽ അവിടെ ജനപ്രതിനിധികൾ ആരെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ? കാരണം ഈ അന്താരാഷ്ട്ര തലത്തിൽ തർക്കങ്ങളൊക്കെ ഏത് തരത്തിലുണ്ടായാലും അതൊന്നും പ്രകടമാവാത്ത കേരളം ടൂറിസ്റ്റുകളോട് ഏറ്റവും മാന്യതയായി പെരുമാറുന്ന ഒരു ഇടമാണ്. അവിടെ സംഭവിച്ചത് എന്ത് എന്ന കാര്യത്തിൽ ഇതിൽ നമ്മൾ തദ്ദേശീയരായ മലയാളികളായ കടയുടമകളുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം, അവരുടെ ഇടപെടൽ, അതൊക്കെ എങ്ങനെയായിരുന്നു? തീർച്ചയായും അത്തരത്തിലുള്ള കാരണങ്ങളുണ്ട്. കാരണം ഈ പ്രദേശത്ത് ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മലയാളികളും അവരൊക്കെ ഈ വിഷയത്തിൽ വളരെ വേഗത്തിൽ തന്നെ ഇടപെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കാശ്മീർ സ്വദേശികളാണ് ഈ പ്രശ്നം ഉണ്ടായ കടയിൽ നടത്തുന്നത്. ആ സ്ഥാപനത്തിലേക്ക് ഉടൻ തന്നെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുമായി ഉടൻ തന്നെ നാട്ടുകാരും ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഡ്രൈവർമാർ അടക്കമുള്ളവർ ഇവരുമായി സംസാരിക്കുകയും
മാപ്പപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു. വലിയ തോതിൽ ഈ ഒരു പ്രശ്നം പ്രത്യേകിച്ചും ടൂറിസം വിദേശത്തു നിന്ന് എത്തിയിരിക്കുന്നവർ ഇസ്രയേലി സഞ്ചാരികളൊക്കെ ഇപ്പോൾ ധാരാളമായി കേരളത്തിലേക്ക് എത്തുന്നവർ അവരുടെ ഇന്ത്യയിലേക്ക് എത്തുന്ന അവർ രാജ്യത്തേക്ക് എത്തുന്ന സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ അവരെ ആകർഷിക്കുന്നത് കേരളവും ഇവിടെ നമ്മൾ നൽകുന്ന ആതിഥ്യ മര്യാദകളും ഒക്കെയാണ്. നിരവധി സഞ്ചാരികളാണ് ഇസ്രായേലിൽ നിന്നൊക്കെ ഇപ്പോൾ കേരളത്തിലേക്ക് എത്തുന്നവരുടെ ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു ഇടപെടൽ വലിയ തോതിലുള്ള നാണക്കേടും വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളും ടൂറിസം മേഖലയിൽ ഉണ്ടാകുമെന്നും കരുതുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാർ കൃത്യമായ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ നടത്തി ഉടൻ തന്നെ ഈ വ്യാപാരികളുമായി സംസാരിക്കുകയും അവരോട് മാപ്പപേക്ഷിക്കാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. അത്തരത്തിൽ സഞ്ചാരികളോട് മാപ്പപേക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് അവർ മറ്റ് പരാതികൾ ഒന്നും ഇല്ലാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എങ്കിൽ പോലും ഈ വ്യാപാരികൾക്കെതിരെ ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാവരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായ ഇടപെടൽ ഉണ്ടാവണമെന്നൊരു ആവശ്യമൊക്കെ മറ്റ് വ്യാപാരികളിൽ നിന്നും ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ഭാഗത്ത് നമുക്ക് ഉയരുന്നുണ്ട്. കൃത്യമായ ഇടപെടൽ ഉണ്ടാവണമെന്നും ഒപ്പം ബോധവൽക്കരണം നടത്തണമെന്നും ഒക്കെയുള്ള ആവശ്യങ്ങളൊക്കെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. പ്രിൻസ്, ഒരു കാര്യം കൂടി, ഈ ടൂറിസ്റ്റുകൾ എത്ര പേരുണ്ടായിരുന്നു? അവർ എവിടുന്ന് വന്നതാണ്? അവര് ഈ തേക്കടി കുമളി ഭാഗങ്ങളിൽ സ്റ്റേ ചെയ്തിരുന്നവരാണോ? ഇത് സ്ത്രീകളടക്കമുള്ള ടൂറിസ്റ്റ് സംഘമായിരുന്നു. സ്ത്രീകൾ ഉണ്ടായിരുന്നു. അപ്പം 2-3 പേരാണ് ഇവരുണ്ടായിരുന്നത്. എങ്കിൽ പോലും ഇവർ കുമളിയും തേക്കടിയും ഒപ്പം മൂന്നാർ മേഖലകളിലുമൊക്കെ സഞ്ചരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ ഇസ്രായേലിൽ നിന്നുള്ള നിരവധി സഞ്ചാരികൾ ഇടുക്കിയിൽ പ്രത്യേകിച്ച് മൂന്നാറിലും കുമളിയിലുമൊക്കെ എത്തിയിരുന്നു. ഇപ്പൊ എന്തായാലും നിലവിൽ തേക്കടി മേഖലയിലെ ടൂറിസം മേഖലയിൽ നിരവധി സഞ്ചാരികൾ വിദേശത്ത് നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇസ്രായേലിൽ നടക്കമുള്ള ആളുകൾ എത്തുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു വളരെ വേദനാജനകമായ വളരെ നാണക്കേടുണ്ടാക്കുന്ന ഒരു ഇടപെടൽ ഉണ്ടായത്. മുൻപും സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഈ ഇത്തരം വ്യാപാരികൾ, അതായത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ കച്ചവടം നടത്തുന്ന ചിലർ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്താറുണ്ട് എന്നതൊക്കെ അടക്കമുള്ള ആരോപണങ്ങൾക്ക് നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇവരെ കടയിലേക്ക് ക്ഷണിച്ചതാണ്. ഇവർ ഈ തേക്കടി മേഖലയിലൂടെയൊക്കെ നടന്ന കാഴ്ചകൾ ആസ്വദിക്കുന്നതിന്റെ ഇടയ്ക്ക് സഞ്ചാരികളെ കടയിലേക്ക് ക്ഷണിച്ചു കയറ്റിയതാണ്. കാരണം അത്തരത്തിലാണ് പലപ്പോഴും ടൂറിസം മേഖലയിൽ വ്യാപാരം നടത്തുന്നവർ കടകളിലേക്ക് ആകർഷിക്കുക, അവരെ വിളിച്ചു കയറ്റി അവരുടെ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് വിളിച്ചു കയറ്റാറുണ്ട്. അത്തരത്തിലാണ് ഇവരും കടയ്ക്കുള്ളിലേക്ക് കയറുകയും സാധനങ്ങൾ നോക്കുന്നതിനിടെ തങ്ങൾ ഇസ്രായേലികളാണെന്നും കേരളത്തിലേക്ക് എത്തിയതാണെന്നും ഒക്കെ അറിയിച്ചത്. ആ ഒരു സമയത്താണ് ഇവരോട് അപമര്യാദയായി പെരുമാറുകയും അവരെ ഈ കടയിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. പോലീസിന്റെ ഇടപെടൽ എന്തെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ? അതിന്റെ ആവശ്യം വേണ്ടി വന്നോ? അതോ പ്രദേശവാസികൾ തന്നെ ഇടപെട്ടാണോ ഈ വിഷയം അനുനയിപ്പിച്ചത്? അതിനൊപ്പം തന്നെ മറ്റ് ഏതെങ്കിലും ടൂറിസ്റ്റുകൾക്ക് ഇത്തരം അനുഭവം അവിടെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ പ്രിൻസ്? ഇത് മറ്റ് പോലീസിന്റെയോ പൊതുപ്രവർത്തകരുടെയോ ഒന്നും ഇടപെടൽ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ, അതായത് ഈ സംഭവം നടന്ന ഉടൻ തന്നെ നാട്ടുകാർ ഇടപെടുകയും, അതായത് ടൂറിസം മേഖലയുമായി ജോലി ചെയ്തിരുന്ന ആളുകൾ ഇടപെടുകയായിരുന്നു. അതായത് ഇവർ ഒരു ഡ്രൈവർക്കൊപ്പമാണ് ഇവിടെ എത്തിയത്. അവർ ഈ കടയിൽ നിന്നിറങ്ങി ഈ ഡ്രൈവറോട് തന്നെ വിവരങ്ങൾ അറിയിക്കുകയായിരുന്നു. തുടർന്ന് അദ്ദേഹം മറ്റു ആളുകളെ കൂട്ടി അപ്പോൾ തന്നെ ഈ വിഷയം വ്യാപാരികളുമായി ഉന്നയിക്കുകയും അവരോട് മാപ്പ് അപേക്ഷിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ ആ പ്രശ്നം അവിടെ പ്രശ്നം രമ്യമായി പരിഹരിക്കപ്പെട്ടു. സഞ്ചാരികളോട് അവർക്കുണ്ടായ അനുഭവത്തിൽ മാപ്പ് അപേക്ഷിച്ചു. എങ്കിൽ പോലും അതുകൊണ്ട് തന്നെയാണ് അവർ മറ്റൊരു പരാതിയിലേക്കൊക്കെ പോകാതിരുന്നത്. പരാതി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ പോലീസ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. എങ്കിൽ പോലും ഈ വിഷയത്തിൽ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായ സ്ഥിതിക്ക് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇടപെടണം എന്നൊരു ആവശ്യം ഉയരുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ അത് ഇടുക്കിയിലെ കേരളത്തിലെ ടൂറിസം മേഖലയ്ക്ക് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. പ്രത്യേകിച്ചും വിദേശത്തു നിന്നുള്ള സഞ്ചാരികൾ എത്തുന്ന സമയത്ത് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വ്യാപാരികളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ടൂറിസം മേഖലയുമായി ജോലി ചെയ്യുന്ന ആരുടെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായാൽ അത് ടൂറിസം മേഖലയ്ക്ക് വലിയ കളങ്കമാകും. പ്രത്യേകിച്ചും കേരളത്തിലെ ടൂറിസം രംഗത്തിന് വലിയ സാധ്യതകളുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നടക്കും നിരവധി സഞ്ചാരികൾ എത്തുന്നതാണ്. അവർക്കൊക്കെ വലിയ നല്ലൊരു അനുഭവം കേരളത്തിൽ നിന്ന് പലപ്പോഴും ലഭിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായത്. എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാവണമെന്ന് ആവശ്യം ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉന്നയിക്കുന്നുണ്ട്. അങ്ങേറ്റം ദുഃഖകരമായ കാര്യമാണ് കുമളിയിൽ തേക്കടിയിൽ